ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ സെക്കൻഡ് പാർട്ടാണ് വന്നിരിക്കുന്നത്. കഥ തുടങ്ങുന്നത് വിക്രം വേദയുടെ കഥ അവസാനിച്ചിട്ടില്ല. അവർ രണ്ടു വഴിയിലേക്ക് പോയെങ്കിലും വേദ വിക്രം വരുന്നത് വരെ കുഞ്ഞിനെ സംരക്ഷിക്കാനായി മറ്റൊരു സ്ഥലത്ത് എത്തുന്നതാട്ടോ കഥ തുടങ്ങുന്നത് പുതിയ രണ്ട് കഥാപാത്രങ്ങളെ കാണിച്ചുകൊണ്ടാണ്. തരുൺ എന്ന് പറയുന്ന ഒരു പോലീസുകാരനും അയാളുടെ ഭാര്യ രാധികയും. അവർക്ക് എവിടെ പോവാണെങ്കിലും പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും കേട്ടോ. രാധികയ്ക്ക് അത് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഷോപ്പിങ്ങിന് വരുമ്പോൾ അവരെ പറഞ്ഞയക്കും. ആള് പ്രഗ്നന്റ് ആട്ടോ. കുഞ്ഞിന് വേണ്ടിയുള്ള ഐറ്റംസ് എടുക്കാൻ വന്നിരിക്കുകയാണേ. തരുൺ ചോദിക്കുന്നുണ്ട്, എല്ലാ മാസവും എന്തിനാ എങ്ങനെ എടുക്കുന്നതെന്ന്. അപ്പോൾ രാധിക പറയും, അതൊക്കെയാണ് സന്തോഷം എന്ന് പറഞ്ഞ് ഓരോ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കണേ. പെട്ടെന്ന് തരുൺ കുറച്ച് ഗുണ്ടകളെ കാണും കേട്ടോ. അതിലൊരു ഗുണ്ട നേരത്തെ തന്നെ ആരെയോ ഫോണിൽ വിളിച്ച് പോലീസ് എസ്കോർട്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് കാണുന്ന തരുൺ അപ്പം തന്നെ രാധികേനോട് സാധനങ്ങൾ അവിടെ വെച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ പറയും. എന്നിട്ട് വേറൊരു ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഷട്ടർ ഇടും കേട്ടോ. അങ്ങനെ രാധികേനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. പിന്നീട് ഭയങ്കര അടിയും പിടിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഈ സമയത്ത് ഒരാൾ വന്നിട്ട് രാധികേനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഷട്ടറൊക്കെ പൊന്തിച്ചിട്ട്. അപ്പോഴേക്കും തരുൺ അവരെ അടിച്ച് വീഴ്ത്തുന്നുണ്ട്. രാധിക തരുണേട്ടാന്ന് വിളിച്ചുകൊണ്ട് ഓടി വരും. തരുൺ ഇങ്ങനെ എല്ലാവരെയും ഉപദ്രവിക്കുന്നത് കാണുന്നതും രാധിക ഷോക്കായി പോവാണേ. അങ്ങനെ അവിടുന്ന് ബോധം കെട്ട് വീഴും. ഇത് കാണുന്ന തരുൺ ആകെ പേടിച്ചു പോകും. അപ്പോഴേക്കും ഗുണ്ടകളൊക്കെ ഓടിപ്പോകും. പിന്നീട് തരുൺ രാധികനെ ഹോസ്പിറ്റലിൽ എത്തിക്കാട്ടോ. പിന്നീട് കാണിക്കുന്നത് 9 മാസം മുമ്പുള്ള ചില സംഭവങ്ങളാണ്. അതായത് വേദ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിരിക്കുക കേട്ടോ. നേരെ ഫ്രണ്ടിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ശ്രേയ എന്നാളുടെ പേര്. നീ ഇങ്ങോട്ട് വരുന്നത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെന്ന് പറയും. അങ്ങനെ അവര് പിന്നീട് സംസാരിക്കുകയാണ്. വേദ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. വേദ പറയും, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. ബാഗ് എടുത്ത് സ്റ്റേഷനിലെത്തിയപ്പോൾ ആദ്യം കണ്ടത് ഡൽഹിയിലേക്കുള്ള ട്രെയിനാണ്. അവരിൽ നിന്നും എത്ര ദൂരേക്ക് പോകണമെന്ന് മാത്രമായിരുന്നു ചിന്ത. എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല ശ്രേയ. എവിടെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കണം, എന്റെ കുഞ്ഞിനെ പ്രസവിക്കണം, വളർത്തണം. കോടതി വിധി എന്താണെങ്കിലും വിക്രം പുറത്തു വരുമ്പോ കുഞ്ഞായിട്ട് ഞാൻ ഉണ്ടാവണം. ശ്രേയ പറയും, നിന്റെ അച്ഛൻ ചില്ലർ ചർച്ച ആയിരുന്നിട്ടും. അപ്പൊ വേദ പറയും, കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നത് സ്വന്തം ജ്യേഷ്ഠനാണ് ശ്രേയ, അയാളത് ചെയ്യും. എന്റെ കുഞ്ഞിന്റെ ജീവൻ വെച്ച് എനിക്ക് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ വയ്യ. അങ്ങനെ വേദ പുതിയൊരു സ്ഥലത്ത് പുതിയൊരു ജീവിതത്തിൽ നിൽക്കുകയാണ്. വിക്രം ജയിലിലാണ്. ഇവരിങ്ങനെ ഓരോ സ്ഥലത്തും ജോലി അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. വക്കീൽ ഓഫീസിലൊക്കെ കയറി പറ്റുക അത്ര എളുപ്പമെന്ന് എനിക്ക് തോന്നില്ല വേദ. നമുക്ക് ഏതെങ്കിലും കോൾ സെന്ററിൽ ട്രൈ ചെയ്താലോ തൽക്കാലത്തേക്ക്. അങ്ങനെ വേദ പിന്നീട് കോൾ സെന്ററിലാട്ടോ ജോലി ചെയ്യുന്നത്. ഇതേ സമയം വിക്രം ഇപ്പോഴും വിധി കാത്തു കിടക്കുകയാണ്. മാഷും കമലയും വന്ന് കാണുന്നുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കേ, നാളത്തെ വിധി നിനക്ക് അനുകൂലമായിരിക്കും എന്നൊക്കെ മാഷു പറയുന്നുണ്ട് കേട്ടോ. വിക്രം ഇങ്ങനെ വിഷമത്തിൽ നിൽക്കണേ. കമല അടുത്തുനിന്ന് കരയുന്നുണ്ട്. അങ്ങനെ മാസങ്ങളൊക്കെ കടന്നുപോയി. വേദയ്ക്ക് വയറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വേദ എവിടെയാണെന്ന് അറിയാത്ത സങ്കടത്തിലാണ് ശങ്കരനും. വേദ വാർത്തകളെല്ലാം ഫോണിലൂടെ അറിയുന്നുണ്ട്. ചന്ദ്രശേഖരൻ കൊലക്കേസിലെ വിധി പ്രഖ്യാപിച്ചു. വിക്രം സുധാകരനെ ജീവപര്യന്തം തടവ്. ഈ വാർത്ത കാണുന്ന വേദ പൊട്ടിക്കരയുന്നുണ്ട്. വിക്രമും കോടതിയിലെ അലറി കരയാണ്. കമലയും ആശുവും സങ്കടത്തിലാട്ടോ. ശ്രീകാന്തും ദർശനം ഒന്നാണല്ലോ. അവരെ ആഘോഷിക്കുകയാണ് വിക്രമിന്റെ ആ ശിക്ഷ. അങ്ങനെ ഒരുപാട് മാസങ്ങളൊക്കെ കഴിഞ്ഞു പോയി. വേദയ്ക്ക് അത്യാവശ്യം വയറ് നന്നായിട്ടൊക്കെ വന്നിട്ടുണ്ട്. വേദ ഇങ്ങനെ കണ്ണാടിയുടെ മുന്നില് ആ വയറ് നോക്കി സന്തോഷത്തിൽ നിൽപ്പുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വേദ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറച്ച് മലയാളി പെൺകുട്ടികൾ വന്നിട്ട് റീൽസ് എടുക്കുക കേട്ടോ. അങ്ങനെ അത് അവർ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ വേദ കുടുങ്ങുന്നുണ്ട്. എന്നാൽ ശ്രേയ വന്ന് കുറച്ച് നേരം സംസാരിച്ചിട്ട് അവരവിടെ നിന്ന് എണീറ്റ് പോകും. പിന്നീട് കാണിക്കുന്നത് ഒരു രാത്രി മഴയുള്ള ദിവസം കമല മഴയത്തേക്ക് നോക്കി നിൽക്കണേ. മാഷ് ചുക്ക് കാപ്പി കൊണ്ടു കൊടുക്കുമ്പോൾ അത് കുടിക്കുന്നില്ല. ജനലടക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, വേദയും വിക്രമും സ്വപ്നത്തിലെങ്കിലും വന്ന് നിൽക്കട്ടെ, അതിനെ മഴ ഇവിടെ കാണണം. അപ്പൊ മാഷാരും സ്വപ്നത്തിലല്ല, ഒരിക്കൽ അവര് തന്നെ നേരിട്ട് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും. അപ്പോഴേക്കും ഞാനുണ്ടാവും മാഷെ. ജീവൻ അവസാനിക്കാൻ പോകുന്ന സമയത്ത് ദൈവം ചില നിമിത്തങ്ങൾ കാണിക്കും. ഞാനും അങ്ങനെ ചിലതിപ്പോ കണ്ടു തുടങ്ങി മാഷെ. എന്തൊക്കെയാ കമല ഈ പറയുന്നത്? എന്ത് നിമിത്തം കണ്ടുവന്ന് ആവശ്യമില്ലാത്ത ചിന്തിച്ചിട്ടാ ഇങ്ങനെ തോന്നുന്നത്. കമലയ്ക്കും നമ്മളെ മോനെക്കുറിച്ചും വേദയെക്കുറിച്ചും ആലോചിക്കുന്നത് ആവശ്യമില്ലാത്തതാണോ മാഷെ? അവര് നമ്മുടെ മുന്നിൽ നിന്ന് പോയിട്ടിപ്പോ ഏതാണ്ട് 1 വർഷത്തോളായില്ലേ. അതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു? നമുക്കോ നമ്മുടെ മക്കൾക്കോ ഗുണമുള്ള എന്തെങ്കിലും ഉണ്ടായോ? നമ്മൾ പരിശ്രമിക്കുന്നില്ലേ കമല? അവൻ എത്രയും പെട്ടെന്ന് നമ്മൾ പുറത്തിറക്കും. കമലയ്ക്കും എന്നെ ആശ്വസിപ്പിക്കാനാണോ മാഷി പറയുന്നത്? 3 ആൺമക്കൾ ഉണ്ടായിട്ടും എന്ത് സമാധാനം മാഷിനെ കിട്ടിയത്? ആകെ ഉണ്ടായിരുന്നത് ആ വീടായിരുന്നു. അതും കൈവിട്ടു പോയില്ലേ? മാഷി പറയും, അതിലെനിക്ക് സങ്കടമില്ല. അതിനേക്കാളും വലുതാ നമ്മുടെ മകനെ പുറത്തിറക്കാൻ വേണ്ടി ചെയ്യുന്നത്. വിശ്വത്തിനോടും വിനായകനോടും മാറാൻ പറഞ്ഞത് നമ്മള് അവർക്ക് ബാധ്യത ആവാതിരിക്കാൻ വേണ്ടിയാ. വയസ്സാകുമ്പോ എനിക്കിപ്പോഴും നല്ല വിശ്വാസമാണ്. അതേപോലെ ശങ്കരനാരായണൻ സാറേ ജോലി രാജിവെച്ച് വിക്രമിന് വേണ്ടി വാദിക്കല്ലേ. അതൊരു വലിയ കാര്യല്ലേ. നീ നോക്കിക്കോ, എല്ലാം ശരിയാവും. നോക്കിക്കോ, വിക്രം രക്ഷപ്പെടും. ഒരിക്കൽ വീണുപോയ
കുടുക്കിൽ നിന്നും ജീവിതകാലം മുഴുവനും അതിൽ പെട്ടുപോയ ഒരു പാവം മനുഷ്യനാണ് നമ്മുടെ മകൻ. ആദ്യമൊന്നും എനിക്കത് മനസ്സിലായില്ല. മനസ്സിലായപ്പോ അവരെ സ്നേഹിക്കാൻ എനിക്ക് അവസരം ദൈവം തന്നില്ല. എന്തായാലും അവനെ പുറത്തിറക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിൽ വിജയിക്കുകയും ചെയ്യും. അത് കേൾക്കുമ്പോൾ കമലമ്മയുടെ മുഖത്തൊരു സന്തോഷമുണ്ട്. നീ ഇങ്ങനെ മനസ്സുകൊണ്ട് ഓടി ഒളിക്കരുതേ. അവൻ ഇറങ്ങി വരുമ്പോ നമ്മൾ ഉണ്ടാവണം. മനസ്സിനെ ഉറപ്പിക്കേ. അങ്ങനെ കമലക്ക് ധൈര്യം കൊടുക്കണം മാഷ്. അങ്ങനെ മരുന്നൊക്കെ എടുത്തു കൊടുത്ത് കിടക്കാൻ പറയും. മാഷ് എങ്ങോട്ടാ? ട്യൂഷൻ കുട്ടികളുടെ പേപ്പേഴ്സ് നോക്കാണ്ട് എന്ന് പറഞ്ഞ മാഷ് പോകാൻ തുടങ്ങുമ്പോൾ കമല പറയും, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ മാഷ് വിഷത്തിന്റെ കൂടെ പോയി നിൽക്കണേ. എന്ത് കഷ്ടപ്പാടാണെങ്കിലും ശ്രീജ മാഷോട് മുഖം കറുപ്പിക്കില്ല. ഒറ്റയ്ക്ക് ജീവിക്കണം എന്നുള്ള വാശി പാടില്ല കേട്ടോ. പിന്നെ എന്റെ ചിതയ്ക്ക് വിക്രമിനെ കൊണ്ട് തീ കൊളുത്തിക്കണം. അവനെ കാത്ത് മോർച്ചറിക്കുള്ളിൽ എത്ര ഐസ് പിടിച്ചു കിടന്നാലും അവൻ തന്നെ വേണം അത് ചെയ്യാൻ. മാഷാകെ ഞെട്ടും. കമല, പിന്നെ ചിതാഭസ്മം കൂട്ടി വെക്കണേ, എടുത്തു വെക്കണോ? വേദ വന്നിട്ട് വേണം ഒഴുക്കാൻ. മാഷിനങ്ങ് സങ്കടവും. മതി കമല, ഇനിയും കേട്ടിരിക്കാൻ വയ്യ. അങ്ങനെ അവരാകെ സങ്കടത്തിലാണ്. പിന്നീട് കാണിക്കുന്നത് ദർശൻ ശ്രീകാന്തിനെ വിളിക്കാ. പറ ദർശൻ, എന്താ? ഇന്ന് രാവിലെ റീൽസ് നോക്കിയിരുന്നപ്പോ ഞാനൊരു കാര്യം കണ്ടു. എന്റെ ഒരു ഫ്രണ്ടിന്റെ മകളുടെ വീഡിയോ ആണ്, ഡൽഹിയിൽ വെച്ചെടുത്തതാ. ഞാനത് അയച്ചിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്ക്. അതിന്റെ പശ്ചാത്തലത്തിൽ ഒരാളിരിപ്പുണ്ട്, നിങ്ങൾ അന്വേഷിക്കുന്ന അതേ ആൾ, എന്റെ അച്ഛന്റെ മരണത്തിന് കാരണമായ അതേ ആൾ. അങ്ങനെ ശ്രീകാന്ത് റീൽസ് കാണണേ, വേദ എന്ന് പറഞ്ഞ് ചിരിക്കും. ശേഷം പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് വേദയെ ശ്രേയ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഡെലിവറി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുവന്നിരിക്കട്ടോ. അങ്ങനെയാണ് സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് എപ്പിസോഡിലുള്ളത്. സെക്കൻഡ് എപ്പിസോഡ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. താങ്ക്